കൊല്ലത്തേക്കാണ് പോകുന്നത്. NK പ്രേമചന്ദ്രൻ സിറ്റിംഗ് MP-യും LDF-ൽ നിന്നും MLA M മുകേഷും കൃഷ്ണകുമാർ G NDAയിൽ നിന്നും ശക്തമായ മത്സരമാണ് അവിടെ നടത്തിയത്. ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ. ദിലീപ് MP-യും MLA-യും തമ്മിലുള്ള പോരാട്ടം ഏറെ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലമാണ് കൊല്ലം. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ചർച്ചയാവുകയും ചെയ്തതാണ്. കൃഷ്ണകുമാർ Gയുടെ കടന്നുവരവോടെ NDAയും വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് കൊല്ലത്ത്. ആർക്കാണ് ഏറ്റവും കൂടുതൽ ജയസാധ്യത എന്ന ചോദ്യത്തിന് NK പ്രേമചന്ദ്രൻ എന്ന് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉത്തരം നൽകുകയും ചെയ്യുന്നു. പക്ഷേ M മുകേഷ് ശക്തമായ മത്സരം അവിടെ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് മുന്നണികളുടെ ഒരു കണക്കുകൂട്ടൽ? വിനീത, ഇത് LDF-ന് അഭിമാന പോരാട്ടമായ മണ്ഡലമാണ്, മത്സരമാണ്. കാരണം ഇതിന് തൊട്ടു മുമ്പ് നടന്ന ഈ തിരഞ്ഞെടുപ്പുകളിൽ MA ബേബിയും അതുപോലെ തന്നെ KN ബാലഗോപാലും മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലത്തിൽ LDF എങ്ങനെ ഈ സീറ്റ് തിരിച്ചു പിടിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകളായിരുന്നു. അപ്പോഴാണ് ഇതിന് ആർക്കും പരിചയപ്പെടുത്തേണ്ട വേണ്ടാത്ത ഒരാളെ കളത്തിലിറക്കുന്നത്. അത് മുകേഷ്, സിനിമാ നടനും കൊല്ലം മണ്ഡലത്തിലെ MLA-യുമായ മുകേഷിനെ കളത്തിലിറക്കിക്കൊണ്ട് ആർക്കും പരിചയപ്പെടുത്തേണ്ട, അദ്ദേഹത്തിന് വോട്ടുകൾ കൂടുതൽ കിട്ടും, സ്വീകാര്യനാണ്, സ്ത്രീകളുടെ ഇടയിലേക്കും യുവാക്കളുടെ ഇടയിലേക്കും സ്വീകാര്യനാണ് എന്നുള്ള ആ ഒരു വിലയിരുത്തൽ കൊണ്ട് തന്നെ മുകേഷിനെ കളത്തിലിറക്കി സീറ്റ് തിരിച്ചു പിടിക്കാനാണ് LDF ശ്രമിക്കുന്നത്. പക്ഷേ UDF ആണെങ്കിൽ കഴിഞ്ഞ തവണത്തെ 1.5 ലക്ഷം വോട്ടിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ്. ഇതിൽ NK പ്രേമചന്ദ്രൻ്റെ പോസിറ്റീവ് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ കൊല്ലം മണ്ഡലത്തിലെ എല്ലാ ഊടുവഴികളും സാധാരണക്കാരെയും എല്ലാവരെയും തന്നെ വ്യക്തമായി അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിലുള്ള പിന്തുണ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രേമചന്ദ്രന് കഴിഞ്ഞ 2 വർഷത്തെ വിജയത്തിലെല്ലാം തന്നെ ഈ പ്രേമചന്ദ്രന് ഒരു ആത്മവിശ്വാസമുണ്ട്, വിജയപ്രതീക്ഷകളും ഉണ്ട്. ഇത് തന്നെയാണ് UDF-ഉം കണക്കിലെടുത്തിരിക്കുന്നത്. അതായത് പ്രേമചന്ദ്രൻ്റെ വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ UDF ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ UDF-കാരെ കണ്ടപ്പോൾ നാളത്തെ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് പറയുന്നത്. അത്രമേൽ വിജയം അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ മറ്റൊരു തിരിച്ചടി വരുന്നത്, അല്ലെങ്കിൽ മറ്റൊരു നേരത്തെ എല്ലാം തന്നെ BJP-ക്ക് ഈ കൊല്ലം മണ്ഡലത്തിൽ വന്നിരുന്ന ദുർബലരായ സ്ഥാനാർത്ഥികളാണെങ്കിൽ ഇത്തവണ കൃഷ്ണകുമാറിനെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു നടനെ തന്നെ ഇറക്കിക്കൊണ്ട് ശക്തരായ ഒരു മത്സരം കാഴ്ചവെച്ചിരിക്കുന്നു. ഇങ്ങനെ കൃഷ്ണകുമാറിനെ ഇറക്കുമ്പോഴുള്ള മറ്റൊരു നേട്ടമായി BJP കാണുന്നത് നായർ വോട്ടുകളും ഹിന്ദു വോട്ടുകളും കൂടുതൽ തന്നെ BJP-ക്ക് എത്തുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ് BJP കണക്കൂട്ടുന്നത്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ആരുടെ വോട്ടാണ് കുറയുക എന്നുള്ളതാണ് ഈ കണക്കൂട്ടലുകളിൽ. പക്ഷേ ഇത് LDF പറയുന്നത് ഈ വോട്ടുകൾ കുറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും NK പ്രേമചന്ദ്രൻ്റെ വോട്ടുകൾ കുറയുന്നു, അത് LDF-ന് ഗുണം ചെയ്യുന്നു. BJP-ക്ക് വോട്ട് കൂടുകയും ചെയ്യുമ്പോൾ ഈ തവണ 1.5 ലക്ഷം വോട്ടുകൾ ഏറ്റവും അനായാസമായിട്ട് തന്നെ ഇത്തവണ ലീഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം LDF-ഉം പങ്കുവെക്കുന്ന LDF-ഉം തന്നെ അമിതമായ വിജയപ്രതീക്ഷയിൽ നിൽക്കുന്നുണ്ട്. BJP-ക്കാണെങ്കിൽ വോട്ട് ഇത്തവണ കൂടുതൽ ലഭിക്കും. നേരത്തെ തന്നെ 1 ലക്ഷത്തിലധികം വോട്ട് ലഭിച്ചത് ഇത്തവണ 2 ലക്ഷത്തിൽ വോട്ട് ലഭിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു. എന്തായാലും തന്നെ 3 സ്ഥാനാർത്ഥികളും, അതായത് ത്രികോണ മത്സരം നടന്ന കൊല്ലത്ത് 3 സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. വിനീത, കൊല്ലം ആര് എന്നാണ് ഇനി അറിയേണ്ടത്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.